നഗരത്തിൽ 2 മേൽപ്പാലങ്ങൾ കൂടി ഗതാഗതത്തിനായി തുറന്നു. ട്രേഡ് സെന്റർ റൗണ്ട് എബൌട്ട് വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ പാലങ്ങളാണ് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി തുറന്നു നൽകിയത്. 2 ഡിസംബർ സ്ട്രീറ്റിൽ നിന്ന് ഷെയ്ഖ് സായിദ് റോഡ്, അൽ മജ്ലിസ് സ്ട്രീറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗത നീക്കം സുഗമമാക്കാൻ പാലം സഹായകമാകും. ഇതുവഴിയുള്ള യാത്രാ സമയം 10 മിനിറ്റിൽ നിന്ന് 2 മിനിറ്റായി കുറയും. 2 ഡിസംബർ സ്ട്രീറ്റിൽ നിന്ന് അൽ മജ്ലിസ് സ്ട്രീറ്റ്, അൽ മുസ്തഖബൽ സ്ട്രീറ്റ്, സബിൽ പാലസ് സ്ട്രീറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രാ സമയമാണ് 2 മിനിറ്റായി കുറയുക. ട്രേഡ് സെന്റർ റൗണ്ട് എബൌട്ടിലെ ഗതാഗതവും കൂടുതൽ സുഗമമാക്കാൻ പുതിയ പാലങ്ങൾ പ്രയോജനപ്പെടും. ഇരുദിശയിലേക്കും 2 ലൈനുകൾ വീതമുള്ള പാലത്തിന്റെ ആകെ നീളം 2 കിലോമീറ്റർ ആണ്. മണിക്കൂറിൽ ഏതാണ്ട് 6000 വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ശേഷിയാണ് 2 പാലങ്ങൾക്കുമായുള്ളത്. നിശ്ചയിച്ച തീയതിയുടെ 1 മാസം മുൻപ് തന്നെ പാലം തുറന്നു നൽകാൻ RTA കഴിഞ്ഞു. അടുത്ത ജനുവരി പകുതിയോടെ നിർമ്മാണം പൂർത്തീകരിക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. ആകെ 5000 മീറ്റർ നീളത്തിൽ 5 പാലങ്ങളുടെ നിർമ്മാണം RTA പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ്. ട്രേഡ് സെന്റർ റൗണ്ട് എബൌട്ടിലെ വാഹനങ്ങളുടെ തിരക്ക് കുറയ്ക്കുകയും ഗതാഗതം മെച്ചപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റ്, ഷെയ്ഖ് റാഷിദ് റോഡ്, 2 ഡിസംബർ സ്ട്രീറ്റ്, സബിൽ പാലസ് സ്ട്രീറ്റ്, അൽ മജ്ലിസ് സ്ട്രീറ്റ് തുടങ്ങിയ 5 പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ജംഗ്ഷനാണ് ട്രേഡ് സെന്റർ റൗണ്ട് എബൌട്ട്. നിശ്ചയിച്ച തീയതിക്ക് മുമ്പായി തന്നെ പാലങ്ങളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണെന്ന് RTA എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡ് ചെയർമാനും ഡയറക്ടർ ജനറലുമായ മദാർ അൽ തായർ പറഞ്ഞു. പദ്ധതി പൂർത്തീകരണം 50%-ലെത്തിയിരിക്കുകയാണ്. ഇതിൽ 2 പാലങ്ങളാണ് നിലവിൽ തുറന്നിരിക്കുന്നത്. ഷെയ്ഖ് സായിദ് റോഡിനെയും ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റിനെയും ബന്ധിപ്പിക്കുന്ന പാലം മാർച്ചിൽ തുറക്കും. മറ്റ് 2 പാലങ്ങൾ അടുത്ത വർഷം ഒക്ടോബറിൽ തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഷെയ്ഖ് റാഷിദ് റോഡ്, അൽ മജ്സാലിസ് സ്ട്രീറ്റിലേക്ക് നീളുന്ന 2 ഡിസംബർ സ്ട്രീറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗതാഗതം സുഗമമാക്കാൻ ഈ പാലം പ്രയോജനപ്പെടും. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇന്റർസെക്ഷനിലെ ശരാശരി കാലതാമസം 12 മിനിറ്റിൽ നിന്ന് 90 സെക്കൻഡായി കുറയുകയും ഷെയ്ഖ് സായിദ് റോഡിൽ നിന്ന് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റിലേക്കുള്ള യാത്രാ സമയം 6 മിനിറ്റിൽ നിന്ന് 1 മിനിറ്റായി കുറയുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.